ശ്രീബുദ്ധനെക്കുറിച്ച് കേൾക്കാത്തവർ വിരളമാകും. ആരായിരുന്നു ബുദ്ധൻ? എങ്ങനെയായിരുന്നു ആ ജീവിതം? അത്യാകർഷകമാണ് ബുദ്ധൻ്റെ ജീവിതകഥ. ബുദ്ധൻ എന്ന പദത്തിന് അർത്ഥം ബോധോദയം നേടിയ ആൾ എന്നാണ്. സിദ്ധാർത്ഥ ഗൗതമൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. ക്രിസ്തുവിന് മുമ്പ് 563 നേപ്പാളിലെ ലുംബിനിയിൽ സിദ്ധാർത്ഥൻ ജനിച്ചത്. ശുദ്ധോധനൻ എന്ന ശാക്യ രാജാവിൻ്റെയും മഹാമായയുടെയും മകനായിരുന്നു അദ്ദേഹം. കൊട്ടാരത്തിൽ സകല ആഡംബരങ്ങൾക്കുമിടയിൽ വളർന്നു. ഒരിക്കൽ സിദ്ധാർത്ഥകുമാരൻ കൊട്ടാര മതിൽക്കെട്ടിന് പുറത്തിറങ്ങിയ ലോകം കണ്ടു. ആ യാത്രയിൽ ഒരു വൃദ്ധനെ, ഒരു രോഗിയെ, ഒരു മൃതദേഹത്തെ, ഒരു സന്യാസിയെ സിദ്ധാർത്ഥൻ കണ്ടു. ഈ കാഴ്ച കുമാരനെ വല്ലാതെ അസ്വസ്ഥനാക്കി. ഇതിനകം സിദ്ധാർത്ഥൻ വിവാഹം കഴിച്ചിരുന്നു. യശോദ എന്ന പത്നിയും രാഹുലൻ എന്നൊരു മകനും സിദ്ധാർത്ഥന് ഉണ്ടായിരുന്നു. എന്നാൽ പുറം ലോകത്തെ ദാരുണമായ കാഴ്ചകൾ അദ്ദേഹത്തിൽ നൊമ്പരം ഉളവാക്കി. ഏവർക്കും വാർദ്ധക്യവും രോഗവും മരണവും സംഭവിക്കുമെന്ന തിരിച്ചറിവ് അന്നാണ് ബുദ്ധൻ നേടിയത്. ലോകത്ത് ദുഃഖം ശാശ്വതമാണെന്ന് ചിന്തിച്ച സിദ്ധാർത്ഥൻ ദുഃഖ ലഘൂകരണത്തിനുള്ള മാർഗങ്ങൾ ആരാഞ്ഞു. സർവസംഘ പരിത്യാഗിയായ സന്യാസിയുടെ രൂപം ഉള്ളിൽ തെളിഞ്ഞു. അങ്ങനെ ഒരു രാത്രിയിൽ ബുദ്ധൻ കൊട്ടാരം വിട്ടിറങ്ങി. 6 വർഷങ്ങൾ കഠിനമായ തപസ്സിലൂടെ കടന്നുപോയി. ഒട്ടേറെ ഗുരുക്കന്മാരെ സന്ദർശിച്ചു. തപം ചെയ്ത് ശരീരവും ആരോഗ്യവും എല്ലാം ക്ഷയിക്കാൻ തുടങ്ങി. സിദ്ധാർത്ഥന് മനസ്സിലായി, ശരീരത്തെ തപിപ്പിക്കലല്ല സത്യത്തിൻ്റെ മാർഗം. അതിനാൽ അദ്ദേഹം ഒരു മധ്യപാത സ്വീകരിച്ചു. സത്യാന്വേഷണത്തോടൊപ്പം തന്നെ ഭൗതിക സാഹചര്യങ്ങൾക്കും പ്രാധാന്യം നൽകി. ഒരു നാൾ ബോധ്ഗയയിലെ ഒരു ബോധിവൃക്ഷ ചുവട്ടിലിരുന്ന് ധ്യാനസ്ഥിതനായ സിദ്ധാർത്ഥനിൽ ബോധോദയം ഉണ്ടായി. എന്താണ് പ്രപഞ്ച ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം, എപ്രകാരം മോചനം നേടാം എന്നിവയെക്കുറിച്ചുള്ള അറിവ് ഉണർന്നു. 45 വർഷങ്ങൾ താൻ നേടിയ അറിവുകൾ മറ്റു ജീവിതങ്ങൾക്ക് ഉപകരിക്കുന്നതിനു വേണ്ടി പകർന്നു നൽകി നടന്നു ബുദ്ധൻ. ആ പ്രബോധനങ്ങൾ സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലേക്കും ഇറങ്ങിച്ചെന്നു. അവ പ്രചരിപ്പിക്കുന്നതിന് ബുദ്ധൻ അനുയായികളുടെ സംഘങ്ങൾക്ക് രൂപം നൽകി. 80ാമത്തെ വയസ്സിലാണ് ബുദ്ധൻ മഹാസമാധിയായത്. ബുദ്ധമതത്തിൻ്റെ കാതലായ പ്രബോധനങ്ങൾ 4 ശ്രേഷ്ഠ സത്യങ്ങൾ, അഷ്ടാംഗമാർഗങ്ങൾ, കർമ്മവും പുനർജന്മവും എന്നിവയുടെ വിശദീകരണങ്ങൾ ആണ്. കരുണയും ശ്രദ്ധയുമാണ് ബുദ്ധൻ ജീവിവർഗത്തോട് ആവശ്യപ്പെടുന്നത്. മനസ്സ് ഒരിടത്തും ശരീരം മറ്റൊരിടത്തും ആവാതെ എന്നും നിലനിർത്താനാണ് ബുദ്ധൻ്റെ ഉപദേശം.